നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC വിവിധ സെലക്ഷൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ജൂൺ 2 മുതൽ ജൂൺ 23 വരെയാണ്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 2025 ജൂൺ 24 രാത്രി 11 മണി വരെയാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫോം തിരുത്തലിനുള്ള വിൻഡോ ഓൺലൈൻ പേയ്മെൻറ്റ് ഉൾപ്പെടെ അടയ്ക്കാൻ പറ്റുന്നത് ജൂൺ 28 മുതൽ ജൂൺ 30 വരെ രാത്രി 11 മണി വരെയാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ തീയതികൾ പറഞ്ഞിരിക്കുന്നത് 2025 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഓരോ പോസ്റ്റ് കാറ്റഗറിക്കും വെവ്വേറെ അപേക്ഷിക്കേണ്ടതാണ്. ഫീസ് ഇളവ്, ഏജ് ലിമിറ്റ്, അതേപോലെ റിസർവേഷൻ എന്നിവ ലഭിക്കുന്നതിന് അതേ കാറ്റഗറിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഏതെങ്കിലും ഘട്ടത്തിലോ കമ്മീഷനോ അതത് വകുപ്പോ ആവശ്യപ്പെടുമ്പോൾ നിർബന്ധമായിട്ടും അനക്ഷർ 6 ഫോർമാറ്റിലുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും. ഇനി നമുക്ക് സിറ്റിസൺഷിപ്പ് അതേപോലെ ഏജ് ലിമിറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. SSC സെലക്ഷൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ഇനി പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്നവരായിരിക്കണം. ഒന്നാമതായിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നേപ്പാളോ ഭൂട്ടാനോ പൗരനായിരിക്കണം. ടിബറ്റൻ റെഫ്യൂജിക്കും അപേക്ഷിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. 1962 ജനുവരി 1 മുമ്പ് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നവരായിരിക്കണം. അപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർ, അതേപോലെ ടിബറ്റൻ റെഫ്യൂജീസ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഇന്ത്യൻ വംശജർ എന്നിവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിക്കുന്നത്. ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള പ്രായപരിധികളുണ്ട്. അത് നോട്ടിഫിക്കേഷനിലെ അനക്ഷർ 3 പോസ്റ്റിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ ലിസ്റ്റാണ്. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. സോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ അനക്ഷർ 3 എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റ്, അതേപോലെ ഏജ് ലിമിറ്റ് എല്ലാം കൊടുത്തിരിക്കും. എന്നിരുന്നാലും പൊതുവായിട്ടുള്ള ചില പ്രായപരിധികളും അവയുടെ ജനനത്തീയതികളും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് ഓഗസ്റ്റ് 2000 ഓഗസ്റ്റ് 2 2007 ഓഗസ്റ്റ് 1 ഇടയിൽ ജനിച്ചവർ. അതേപോലെ 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 1998 ഓഗസ്റ്റ് 2 2007 ഓഗസ്റ്റ് 1 ഇടയിൽ ജനിച്ചവർ. നെക്സ്റ്റ് 18 മുതൽ 30 വയസ്സ് 1995 ഓഗസ്റ്റ് 2 2007 ഓഗസ്റ്റ് 1 ഇടയിൽ ജനിച്ചവർ. അതേപോലെ 25 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം. 1995 ഓഗസ്റ്റ് 2 2000 ഓഗസ്റ്റ് 1 ഇടയിൽ ജനിച്ചവര്. സോ നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ കമ്മീഷൻ അംഗീകരിക്കുകയുള്ളൂ. അതേപോലെ യോഗ്യരായിട്ടുള്ള ചില വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷം വരെ ഇളവുണ്ട്. OBC വിഭാഗക്കാർക്ക് 3 വർഷം. PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷം വരെ ഇളവ് ലഭിക്കും. OBC വിഭാഗമാണെങ്കിൽ OBC വിഭാഗത്തിലെ ഡിസബിലിറ്റീസുകാർക്ക് 13 വർഷവും SC/ST വിഭാഗത്തിലെ ഡിസബിലിറ്റീസിന് 15 വർഷവും ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ സർവീസ് കാലം കുറച്ച ശേഷം 3 വർഷം വരെ ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സിവിൽ ജീവനക്കാർക്ക് 3 വർഷത്തിൽ കുറയാത്ത സ്ഥിരമായ സർവീസ് ചെയ്തവരാണെങ്കിൽ 40 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ 45 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, നിയമപരമായിട്ട് വേർപിരിഞ്ഞ പുനർവിവാഹം ചെയ്യാത്ത സ്ത്രീകൾ എന്നിവർക്ക് 35 വയസ്സ് വരെയും, ഇതിൽ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 40 വയസ്സ് വരെയും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, സംവരണ വിഭാഗങ്ങളിലെ കാൻഡിഡേറ്റ്സിന് സംവരണം ചെയ്തിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ മാത്രമേ ഈ ഇളവുകൾ ലഭിക്കുകയുള്ളൂ. സംവരണമില്ലാത്ത ജനറൽ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ സാധാരണ നിയമങ്ങളാണ് നിങ്ങൾക്ക് ബാധകമാകുന്നത്.
സോ SSC സെലക്ഷൻ പോസ്റ്റുകളിൽ നൂറുകണക്കിന് പോസ്റ്റുകളുണ്ട്. ഈ വീഡിയോയിൽ എല്ലാ പോസ്റ്റുകളും ഉൾപ്പെടുത്താൻ പ്രായോഗികമല്ലാത്തതിനാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ചില പൊതുവായിട്ടുള്ള പോസ്റ്റുകളും മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സോ ഓരോ പോസ്റ്റിനും വ്യത്യസ്ത പ്രായപരിധികൾ ഉണ്ടെങ്കിലും പൊതുവായിട്ട് വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 മുതൽ 30 വയസ്സ്, 25 മുതൽ 30 വയസ്സ് വരെ എന്നിങ്ങനെയുള്ള പ്രായപരിധി വിഭാഗങ്ങളിലാണ് പോസ്റ്റുകൾ വരുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ലൈബ്രറി അറ്റൻഡന്റ്, അതേപോലെ ഫാം അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. അതേപോലെ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ, റിസർച്ച് അസിസ്റ്റന്റ് തുടങ്ങിയവ. അതേപോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ളവരാണെങ്കിൽ ചില പോസ്റ്റുകൾക്ക് 30 വയസ്സിന് മുകളിലുള്ള പ്രായപരിധികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 10ാം ക്ലാസ്, +2, ഡിഗ്രി എന്നിങ്ങനെയുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളും ഈ നോട്ടിഫിക്കേഷനിൽ ഉണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റ് ഏതെന്ന് കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് SSC വെബ്സൈറ്റ് എടുക്കുക. ssc.gov.in ഇതാണ് വെബ്സൈറ്റ്. അതിൽ പോയിട്ട് phase 13/2025 സെലക്ഷൻ പോസ്റ്റ് എന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതില് അനക്ഷർ 3 അതിൽ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഓരോ പോസ്റ്റിന്റെയും പേര്, ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ്, അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ്. അപ്പൊ നിങ്ങളുടെ യോഗ്യതകൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റുകൾ അവിടെ നിന്നും കണ്ടെത്താവുന്നതാണ്. അപ്പൊ ഞാനതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ പ്രായം കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് 1 മാത്രം ഓർക്കുക. നിങ്ങളൊരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ SSC സെലക്ഷൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫീസ് ഇളവ്, പ്രായപരിധി ഇളവ്, സംവരണം എന്നിവ ലഭിക്കാൻ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റുകളും, അതായത് അനക്ഷർ 9, അതേപോലെ പ്രഖ്യാപന ഫോമുകളുണ്ട്, അനക്ഷർ 9A, ഇതൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞ് യോഗ്യത നേടിയതിനു ശേഷമാണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് ഇതൊക്കെ ഹാജരാക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ എക്സ് സർവീസ്മാനുള്ള ഒഴിവുകൾ ഗ്രൂപ്പ് C പോസ്റ്റുകൾ മാത്രമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ എക്സ് സർവീസ്മാൻ എന്ന നിലയിൽ ആനുകൂല്യം നേടി കേന്ദ്ര സർക്കാർ ജോലി നേടിയവർക്ക് വീണ്ടും ESM കാറ്റഗറിയിൽ സംവരണം ലഭിക്കില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ എക്സ് സർവീസ്മാന് 15 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അത് 15 വർഷം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് എക്സ് സർവീസ്മാന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാന്റെ മക്കൾക്കോ അല്ലെങ്കിൽ പെൺമക്കൾക്കോ ഡിപെൻഡൻസിനോ ഈ പ്രായപരിധി ഇളവോ ഫീസ് ഇളവോ സംവരണമോ ലഭിക്കില്ല. അവർ തങ്ങളുടെ കാറ്റഗറി ESM എന്ന് രേഖപ്പെടുത്തരുത്. ഇത്രയും കാര്യങ്ങളാണ് എക്സ് സർവീസ്മാന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റുകളുടെ നടപടിക്രമങ്ങളെ കുറിച്ചാണ്. അതായത് സംവരണം, പ്രായപരിധി ഇളവ് എന്നിവ ലഭിക്കാൻ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോഴോ നിർബന്ധമായിട്ടും ശരിയായ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1. അതായത് ഈ തീയതിക്ക് മുമ്പ് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയാലും OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ, അതേപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റുകളൊക്കെ ഓഗസ്റ്റ് 1 മുമ്പ് ലഭിച്ച സർട്ടിഫിക്കറ്റുകളായിരിക്കണം. അതേപോലെ OBC വിഭാഗക്കാർ ക്രിമിലെയറിൽ ഉൾപ്പെടാത്തവരായിരിക്കണം. അതുപോലെ തന്നെ EWS വിഭാഗക്കാർക്ക് 2024-25 വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 2025-26 വർഷത്തെ വാലിഡ് ആയിട്ടുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് PWBD വിഭാഗക്കാർക്കുള്ളതാണ്. PWBD വിഭാഗക്കാർക്ക് മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സ്ക്രൈബ് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ക്രൈബിനെ തിരഞ്ഞെടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്ക്രൈബിന് SSC വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കണം. അതേപോലെ സ്ക്രൈബിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ യോഗ്യതയേക്കാൾ ഒരു പിടി താഴെ ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രൈബ് അതേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആള് തന്നെ ആകരുത് എന്നും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുകളുടെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം.
ഓരോ പോസ്റ്റിനും പ്രത്യേക അപേക്ഷയാണ് വേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ പോസ്റ്റിനും പ്രത്യേക അപേക്ഷ സമർപ്പിക്കുകയും ഫീസ് അടയ്ക്കുകയും വേണം. അപേക്ഷകൾ ഓൺലൈൻ മോഡിൽ മാത്രം സമർപ്പിക്കാം. SSCയുടെ പുതിയ വെബ്സൈറ്റായ ssc.gov.in അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 23 രാത്രി 11 മണി വരെയാണ്. അവസാനത്തെ ദിവസങ്ങളാകുമ്പോഴത്തേക്കും വെബ്സൈറ്റിൽ വലിയ തിരക്കുണ്ടാകാനും സെർവർ തയ്യാറാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന തീയതിക്ക് വളരെ മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSCയുടെ പുതിയ വെബ്സൈറ്റിൽ ssc.gov.in നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ OTR നിർബന്ധമായിട്ടും പൂർത്തിയാക്കണം. അതായത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ പരീക്ഷയ്ക്കും ഇനി ഫ്യൂച്ചറിൽ വരുന്ന SSCയുടെ പുതിയ പരീക്ഷകൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആധാർ പോളിസി അനുസരിച്ചാണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് പോകുമ്പോൾ പുതിയ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അല്ലെങ്കിൽ ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫോ കൊണ്ടുപോകേണ്ട ആവശ്യം പോലും വരുന്നില്ല ഇങ്ങനെ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷാ ഫീസിനെ കുറിച്ചാണ്. അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. ഓരോ കാറ്റഗറി പോസ്റ്റിനും പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. നമുക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചൊക്കെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 24 രാത്രി 11 മണി വരെയാണ്. അപ്പൊ ഫീസ് ഇളവുള്ള കാറ്റഗറീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട, അതേപോലെ SC ST PWBD കാൻഡിഡേറ്റ്സ്, അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ എന്നിവർക്കും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ തിരുത്താനും SSC അവസരം നൽകുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് ശേഷം 2025 ജൂൺ 28 മുതൽ ജൂൺ 30 രാത്രി 11 മണി വരെ 3 ദിവസത്തെ അവസരം ലഭിക്കും. ഈ അപേക്ഷകർക്ക് അതിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ തിരുത്താനായിട്ട് സാധിക്കും. അപ്പോ നിങ്ങൾക്ക് 2 തവണ വരെ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തിയിട്ട് വീണ്ടും സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഫീസ് വരുന്നുണ്ട് തിരുത്തലുകൾക്ക്. ആദ്യ തവണ തിരുത്തുന്നതിന് 200 രൂപ, രണ്ടാം തവണയാണെങ്കിൽ 500 രൂപ. ഈ ഫീസ് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ബാധകമാണ്. ഈ ഫീസുകളൊന്നും തിരികെ ലഭിക്കില്ല. ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച തിരുത്തിയ അപേക്ഷ മാത്രമേ പരിഗണിക്കൂ. ഈ അവസരം കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരുത്തലുകളും അനുവദിക്കില്ല. അതുപോലെ തന്നെ അപേക്ഷാ ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നൽകിയ എല്ലാ വിവരങ്ങളും, ഫോട്ടോയും ഒപ്പും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. അപേക്ഷയുടെ ഒരു ഹാർഡ് കോപ്പി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് SSC റീജിയണൽ ഓഫീസുകളും പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങളും നമുക്ക് നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് 9 റീജിയണൽ ഓഫീസുകളുണ്ട്. ഓരോ റീജിയണൽ ഓഫീസിന് കീഴിലുള്ള പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ സെൻട്രൽ റീജിയൺ ബീഹാർ, ഉത്തർപ്രദേശ്, പാറ്റ്ന, പ്രയാഗ്രാജ് തുടങ്ങിയ കേന്ദ്രങ്ങൾ. ഈസ്റ്റേൺ റീജിയൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ജാർഖണ്ഡ്, ഒഡീഷ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, ഭുവനേശ്വർ തുടങ്ങിയ കേന്ദ്രങ്ങൾ. കർണാടക, കേരള റീജിയൺ, ലക്ഷദ്വീപ്, കർണാടക. കേരള ആവുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ, തൃശൂർ, കൊല്ലം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ. മധ്യപ്രദേശ് റീജിയൺ ആവുമ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഭോപ്പാൽ, റായ്പൂർ തുടങ്ങിയ കേന്ദ്രങ്ങൾ. അതേപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൺ അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയ കേന്ദ്രങ്ങൾ. നോർത്തേൺ റീജിയൺ ഡൽഹി, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഡൽഹി, ജയ്പൂർ തുടങ്ങിയ കേന്ദ്രങ്ങൾ. നോർത്ത് വെസ്റ്റേൺ റീജിയൺ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ജമ്മു തുടങ്ങിയ കേന്ദ്രങ്ങൾ. സദേൺ റീജിയൺ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, തമിഴ്നാട്, തെലങ്കാന, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ കേന്ദ്രങ്ങൾ. വെസ്റ്റേൺ റീജിയണിൽ ദാദ്ര ആൻഡ് നഗർ, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മുംബൈ, അഹമ്മദാബാദ് തുടങ്ങിയ കേന്ദ്രങ്ങൾ. അപ്പൊ ഈ റീജിയണൽ ഓഫീസുകൾക്ക് കീഴിൽ വരുന്ന കൂടുതൽ കേന്ദ്രങ്ങളെ കുറിച്ച് അറിയാൻ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾക്ക് രാജ്യത്ത് എവിടെയുമുള്ള 3 കേന്ദ്രങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷൻ നൽകാം. നിങ്ങൾ ഒരു തവണ തിരഞ്ഞെടുക്കുന്ന പരീക്ഷാ കേന്ദ്രം പിന്നീട് ഒരു കാരണവശാലും മാറ്റാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഒരു കാറ്റഗറി പോസ്റ്റിനായിട്ട് ആദ്യമായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളുടെ മുൻഗണന പിന്നീട് നിങ്ങൾ ഏതൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോഴും മാറ്റമില്ലാതെ തന്നെ നിൽക്കും.
അപേക്ഷ തിരുത്താനുള്ള സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റുകയാണെങ്കിൽ ആ മാറ്റം നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് ബാധകമാകും. അടുത്തതായിട്ട് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. 3 തരം എക്സാം ആണ് ഉണ്ടാവുക. നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് 3 തരം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാകും. അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് 10th ലെവലിലെ ഒരു എക്സാം, നെക്സ്റ്റ് +2 ലെവൽ, അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷനും അതിന് മുകളിലുമുള്ള ഒരു ലെവൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇങ്ങനെ 3 ലെവലിലുള്ള എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. എല്ലാ പരീക്ഷകളും ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും. നമുക്കിനി വിഷയങ്ങളും മാർക്കും നോക്കുകയാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ബേസിക് അരിത്തമെറ്റിക് സ്കിൽ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് നോളജ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. ആകെ 100 ചോദ്യങ്ങളും 200 മാർക്കുമാണ്. പരീക്ഷയുടെ ആകെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സ്ക്രൈബ് സൗകര്യം ലഭിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 80 മിനിറ്റ് ലഭിക്കും. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.50 മാർക്ക് കുറയും. അതുകൊണ്ട് ഉത്തരങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായിരിക്കും നടത്തുക. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയിൽ ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ സ്കിൽ പോലുള്ള സ്കിൽ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയും നടത്തും. ഓരോ ലെവലിലുമുള്ള എക്സാമിന്റെയും ഏകദേശ സിലബസ് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ 3 ലെവലാണുള്ളത്. 10th ലെവലുണ്ട്, +2 ലെവലുണ്ട്, ഡിഗ്രി ആൻഡ് എബോവ് ക്വാളിഫിക്കേഷൻ ലെവലും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 10th ലെവൽ എക്സാമിനേഷന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇന്റലിജൻസ്, അതേപോലെ ജനറൽ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതേപോലെ ഹയർ സെക്കൻഡറി ലെവലാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ്, അതേപോലെ പൊതുവിജ്ഞാനം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഗ്രാജുവേഷനും അതിന് മുകളിലുമുള്ള ലെവലാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ്, അതേപോലെ ജനറൽ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഓരോ ലെവലിലെയും പരീക്ഷയുടെ സിലബസ് ഏകദേശം ഇതേ പാറ്റേണിലായിരിക്കും. എന്നാൽ ഡിഗ്രി തല പരീക്ഷയിൽ ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് എന്നിവയുടെ ചോദ്യങ്ങൾ ഡിഗ്രി നിലവാരത്തിലും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ 10ാം ക്ലാസ് നിലവാരത്തിലും ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അഡ്മിറ്റ് കാർഡിനെ പറ്റി നോക്കാം. അഡ്മിറ്റ് കാർഡ് SSCയുടെ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. പരീക്ഷയ്ക്ക് ഏകദേശം 10 ദിവസം മുമ്പ് വെബ്സൈറ്റിൽ പരീക്ഷ ടൈം ടേബിൾ അതേപോലെ തന്നെ സിറ്റി അല്ലെങ്കിൽ സെന്റർ വിവരങ്ങളൊക്കെ ലഭ്യമാകും. അഡ്മിറ്റ് കാർഡ് 2 to 3 ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി പരീക്ഷാ ഹാളിൽ കൊണ്ടുവരേണ്ട രേഖകളെ പറ്റി നോക്കാം. അഡ്മിറ്റ് കാർഡ് പ്രിന്റൗട്ടിനൊപ്പം തന്നെ ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുവരേണ്ടതാണ്. അതിപ്പോൾ ആധാർ ആവാം, അല്ലെങ്കിൽ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും നിർബന്ധമായിട്ടും കരുതണം. ഇതിൽ ജനനത്തീയതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ 2 പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോകൾ കരുതണം. അതേപോലെ ജനനത്തീയതി ID-യിൽ ഇല്ലെങ്കിൽ ജനനത്തീയതി തെളിയിക്കുന്ന ഒറിജിനൽ രേഖ, അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കരുതുക. നെക്സ്റ്റ് സ്ക്രൈബ് ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും കരുതണം. ഇത്രയുമാണ് നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുവരേണ്ട രേഖകളെ പറ്റി ശ്രദ്ധിക്കാനുള്ളത്. സോ SSC സെലക്ഷൻ പോസ്റ്റുകളിലേക്കുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ് എന്നിവ നമുക്ക് വേഗത്തിൽ നോക്കാം. കാരണം ഇത് അല്ലെങ്കിൽ കുറെ ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. സോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളോ ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് അതത് റീജിയണൽ ഓഫീസുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് എന്നിവ നിർബന്ധമാണ്. കൂടാതെ നിങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ എല്ലാം ഒറിജിനൽ രേഖകൾ ഹാജരാക്കണം. അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ യോഗ്യരായ കാൻഡിഡേറ്റ്സിനാണ് ഇതൊക്കെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള CBE പരീക്ഷയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ഘട്ടം. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ഘട്ടം. അതിൽ കട്ട് ഓഫ് മാർക്ക് വരുന്നത് UR വിഭാഗത്തിന് 30%, അതേപോലെ OBC EWS വിഭാഗത്തിന് 25%, മറ്റു വിഭാഗങ്ങൾക്ക് 20%മാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഒഴിവുകളുടെ എണ്ണം അനുസരിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ
കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ യോഗ്യതാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഡോക്യുമെന്റ്സ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു തലത്തിലുള്ള പരീക്ഷയ്ക്ക് ഒരിക്കൽ മാത്രം ഹാജരാകുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.